ഇന്ത്യയിൽ തന്നെ അത്യപൂർവവും കേരളത്തിൽ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ ആദ്യമായി ഒരു അതിസങ്കീർണമായ ഹൃദയസംബന്ധമായ ശസ്ത്രക്രിയയിലൂടെ ഒരു മനുഷ്യജീവൻ സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഡോക്ടർ. ഏകദേശം 6 മണിക്കൂറോളം ഹൃദയത്തിൻ്റെ തുടിപ്പ് ഹാർട്ട് ലങ് മെഷീൻ സംവിധാനത്തിലൂടെ നിലനിർത്തുകയും 1.25 മണിക്കൂറോളം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം മറ്റ് സംവിധാനങ്ങളിലൂടെ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് ഡോക്ടർ കഴിഞ്ഞ ദിവസം. വാസ്തവത്തിൽ ഈ ഒരു സർജറി എന്ന് പറയുന്ന 6 മണിക്കൂറോളം ഈ ഒരു പേഷ്യൻ്റ് ജീവനില്ലാതെ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തിക്കൊണ്ട് നടത്തിയൊരു വലിയ സർജറിയാണ്. ഇതൊരു വലിയ വിപ്ലവകരമായ സർജറി ആയിട്ടാണ് എലിഫന്റ് ട്രങ്ക് എന്ന് പറയുന്ന തുമ്പിക്കൈ സർജറി എന്നാണ് ഈ ഒരു സർജറിയെ വിശേഷിപ്പിക്കുന്നത്. ഈ സർജറിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. സർജറിയുടെ പേരാണ് ഫ്രോസൺ എലിഫന്റ് ട്രങ്ക് എന്ന് പറഞ്ഞ സർജറിയുടെ പേരാണ്. അത് പേരെങ്ങനെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഗ്രാഫ്റ്റിൻ്റെ ഒരു ഷേപ്പും ഒരു ആനയുടെ തുമ്പിക്കൈ പോലത്തെ ഒരു ഷേപ്പും പിന്നെ ആ ഫ്രീ ഗ്രാഫ്റ്റ്, ആ ഗ്രാഫ്റ്റ് നമ്മളൊരു രക്തക്കുഴലിലേക്ക് ഇടും. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു പേരെങ്ങനെ വരാൻ കാര്യം. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ, ഹാർട്ടിൻ്റെ തുടക്കത്തിൽ തലയിലോട്ടും 2 കൈയിലേക്കും പോകുന്ന രക്തക്കുഴൽ ആണ് ഹാർട്ടിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അയോർട്ടയുടെ തുടക്ക ഭാഗം. ആ ബ്രാഞ്ചുകളാണ്, ആ ഭാഗമാണ് ഈ ഒരു ഇദ്ദേഹത്തിന്, ഈ ഒരു പേഷ്യൻറ്റിന് അത് വികസിക്കുകയും അത് പൊട്ടുകയും പെട്ടെന്ന് തന്നെ സംഭവിച്ച ജീവൻ അപകടത്തിലാവുന്ന ഒരു സ്റ്റേജിലാണ് ആ രോഗി ഇവിടെ വന്നിരുന്നത്. അങ്ങനെയുള്ള പ്രൊസീജിയറാണ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ പെട്ടെന്ന് തന്നെയുള്ള ആ ഒരു ബ്രാഞ്ചും അസെൻഡിങ് അയോട്ട എന്ന് പറയും. പിന്നെ ആർച്ച് ഓഫ് അയോട്ടയിൽ നിന്നാണ് നമ്മൾ തലച്ചോറിലേക്കും 2 കൈയിലേക്കുമുള്ള രക്തക്കുഴൽ പോകുന്നത്. അപ്പോൾ ആ ഭാഗം കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് പകരം ആർട്ടിഫിഷ്യൽ ഗ്രാഫ്റ്റ് വെക്കുന്നുള്ള പ്രൊസീജിയറാണ് ഈ എലിഫന്റ് ട്രങ്ക് അല്ലെങ്കിൽ ഫ്രോസൺ എലിഫന്റ് ട്രങ്ക് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞു ഒരു ജീവൻ ഒരു ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 6 hours ഏകദേശം നമ്മൾ കാർഡിയോ പൾമണറി ബൈപ്പാസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ടും ലങ്ങിൻ്റെയും ഫങ്ഷൻ യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 6 hours നമ്മൾ ഈ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ബാക്കിയുള്ള ഓർഗൻസിലേക്ക് എന്ന് പറഞ്ഞാൽ ശരീരഭാഗത്തേക്കുള്ള സർക്കുലേഷൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ ഒരു 1.25 മണിക്കൂർ ഒരു രക്തപ്രവാഹം ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം നേരം ചോദിക്കാതെ ആ ഓർഗൻസ് നശിച്ചു പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു സംശയം തോന്നി. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ ഒരു ബോഡി തണുപ്പിക്കും. ശരിക്കും ഒരു 12 degrees വരെ ശരിക്കും ഓരോ സെല്ലും നമ്മൾ കൂൾ ചെയ്യും. അങ്ങനെയാണ് ഒരു നമ്മൾ സർക്കുലേഷൻ ഇല്ലെങ്കിൽ പോലും ആ ഓർഗൻ്റെ ജീവൻ നിലനിർത്തും. പക്ഷെ ബ്രെയിനൊരു നമ്മൾ അങ്ങനെ തണുപ്പിച്ചാൽ പോലും ഒരു 20 minutes കൂടുതൽ നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ 20 minutes കഴിയുമ്പം തന്നെ ബ്ലഡ് സപ്ലൈ എങ്ങനെയും നമ്മൾ ബ്രെയിനിന് കൊടുത്തിരിക്കണം. ബാക്കി ഓർഗൻസ് ഇപ്പം കൈ, കാല്, ലിവർ, പിന്നെ കിഡ്നി, അതൊക്കെ ഒരു 6 മണിക്കൂർ 5 മണിക്കൂർ വരെ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞ് രക്തോട്ടമില്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പത്തികം പറഞ്ഞു. അപ്പം അതിൻ്റെ അകത്തൊക്കെ മെയിൻ നമുക്ക് ഇപ്പം പൈസ നേരത്തെ അവരെ അടച്ചിട്ടില്ല എങ്കിൽ പോലും മാനേജ്മെൻറ്റാണ് അത് പൊക്കോളൂ, അത് സർജറി ചെയ്തോളൂ, എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്കിതൊരു ഫുൾഫിൽ ആക്കാൻ പറ്റുള്ളൂ. ഒരു വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഒരു കറക്റ്റ് പ്രൊസീജിയർ ചെയ്യാൻ പറ്റി, കറക്റ്റ് നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ഒരു ഫുൾ സപ്പോർട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് ഡോക്ടേഴ്സ് എന്ന് പറയുക വാസ്കുലർ സർജറി അങ്ങനത്തെ ഡോക്ടർ സുനിൽ വാസ്കുലർ സർജറി, പിന്നെ അനസ്തേഷ്യ ഡോക്ടർമാർ, പിന്നെ പെർഫ്യൂഷനിസ്റ്റ്, ഒത്തിരി ആൾക്കാർ, ടീം വർക്കാണ് ശരിക്കും ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാർഡിയോളജി ടീം, അങ്ങനത്തെ ഉള്ളൊരു ടീം ഇപ്പം ഞാൻ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫുൾ ടീം, ഏകദേശം ഒരു 50ന്റെ മേളിൽ ടീമുണ്ട്. ICU സ്റ്റാഫുണ്ട്, OT സ്റ്റാഫുണ്ട്. അവരുടെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. തീർച്ചയായും എൻ്റെ ഒരു പേഴ്സണൽ ഒരു വിജയം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്.